നമ്മൾ എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും സാഹചര്യ നിമിത്തം നമ്മുടെ മനസ്സ് ക്ഷീണിക്കാം. ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സിന് ബലം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാൽ ശരീരം എത്ര ശക്തമാണെങ്കിലും മനസ്സ് ക്ഷീണിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. So spiritual weakness is the prominent area. The next area of our weakness is a mental weakness, emotional weakness. നമ്മുടെ മാനസികമായ ബലഹീനത. മറ്റൊരാൾക്ക് ബലഹീനതയ്ക്ക് നാം ആരും കാരണമാകരുത്. മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ നാം ഉപകരണങ്ങളായി മാറണം. നമ്മളെ വിവിധ സാഹചര്യങ്ങളിൽ, പശ്ചാത്തലങ്ങളിലൊക്കെയുള്ള ആളുകളാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകളും അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. സഭയ്ക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബലഹീനനിട്ട് താങ്ങാനല്ല, ബലഹീനരെ താങ്ങാനാ. ചില സന്ദർഭങ്ങളിൽ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്നവൻ കൽപ്പിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇരമ്പിമറിയുന്ന കടലിലേക്ക് കാലെടുത്ത് വെക്കാൻ പത്രോസിനോട് പറഞ്ഞതുപോലെ എന്നോടും നിന്നോടും കൽപ്പിക്കും. കടൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ തിരമാലകളുടെ നടുവിലൂടെ നിന്നെ നടത്തുവാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ പതറാതെ കരം പിടിച്ചു നിന്നെ നടത്താൻ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ കരം ശക്തമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു. നീ എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. എന്റെയും നിന്റെയും ജീവിതയാത്രയിലും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഇന്ന് പകൽ മനസ്സിലാക്കണം, ചൂരച്ചെടിയുടെ തണലിൽ നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എന്റെയും നിന്റെയും മനസ്സിന്റെ ക്ഷീണങ്ങളെ, ബലഹീനതകളെ അറിയാൻ ഉയരത്തിൽ ഒരുവനുള്ളത് കൊണ്ട് ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി